ആ വീഡിയോ. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. വല്ലാതെ ഒന്നും അതിന് പറഞ്ഞിട്ടില്ല അപ്പോഴും. അങ്ങനെ ആ വീഡിയോ, ഞാനിപ്പോ ചെയ്ത വീഡിയോ, ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോക്ക് താഴെ സാബിറ വന്നിട്ട് കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ട്. 75 വയസ്സാണെങ്കിലും നമുക്ക് സാബിറത്താന്ന് വിളിക്കേണ്ട ലെവലൊക്കെ തെറ്റിയിരിക്കുന്നു. കാരണം താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ വിളിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ വിളിക്കേണ്ട ഒരു സ്ഥാനം മാനങ്ങളുണ്ട്. അങ്ങനെ ഇല്ലാത്തവരൊക്കെ നമ്മൾ ആ പേര് മാറി വിളിക്കും ചിലപ്പോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ കുഴപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത്, നമ്മളെ ഇപ്പോൾ ഈ രണ്ട് താത്തമാർ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. പച്ച നോണ ആരിഫ, സാബിറാന്റെ തടിയോട് തുള്ളിക്കളിക്കുന്നേ ഉള്ളൂ. അത് പല കോലത്തിലും. സാബിറ നുണ പറയലില്ല, മറ്റുള്ള ഒരാളെ പച്ച ഇറച്ചി തിന്നലില്ല, കുറ്റവും കുറവും സാബിയത്ത എണ്ണലില്ല കേട്ടോ. നിനക്കാണിപ്പം പൈസേന്റെ ആവശ്യം കേട്ടോ. ഈ സാബിറാന്റെ ശരീരത്തോടു കൂടി സാബിറ ചെയ്യുന്നുള്ളൂ. നീ എന്താ പറഞ്ഞത് നോണ? സാബിറാനെ എല്ലാവരും ഗ്രൂപ്പ് ഒഴിവാക്കി കളഞ്ഞതായിരുന്നു അല്ലെ? ഏടിയനും ഗ്രൂപ്പ്, ആരതേനും ഗ്രൂപ്പ്, ഞാളെ ഗ്രൂപ്പിൽ നീ ഉണ്ടായിരുന്നോ ആരിഫ? ഞാളെ ഗ്രൂപ്പ് മുത്തുമണികളെ നിങ്ങൾ കേൾക്കണം. ഞാനിത് പറയുന്നത്, എനിക്ക് കളവ് പറയുന്നവരെ ഒരിത്തിരി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് കൊണ്ടുവന്നത് കേട്ടോ. വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടും, ഈ കളവ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഗ്രൂപ്പ് നിങ്ങൾ മുത്തുമണികളെ ആരുടെ ഗ്രൂപ്പ് നിങ്ങൾ അറിയാ? ഇങ്ങക്ക് ഞാൻ തെളിവ് തരാം. നമ്മളെ നൗഫല്, ഉമ്മയും മോനും ചാനൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചക്കരന്റെ എല്ലാം ആങ്ങള ഉമ്മയും മോനും നൗഫലിന്റെ നൗഫല്, നമ്മളെ അൻഷിഫ് മോണിക്കല്, മലപ്പുറം കമറൂത്ത, മലപ്പുറം ലേലീത്ത, പാപ്പൂന്ന, മലപ്പുറം കാക്ക, അങ്ങനെ ഒരുപാട് ആളുള്ള ഗ്രൂപ്പിൽ എന്നെ കൂട്ടി ആരിഫത്ത എന്ന് പറയുന്ന ഒരു മലപ്പുറം ആരിഫ എന്ന് പറയുന്ന സ്ത്രീയും അവരെ ഏറ്റുമുട്ടിക്കൊണ്ട് സാബി ഉമ്മ എന്ന് പറയുന്ന സാബിറ ഉമ്മ, ഈ രണ്ടുപേരും കൂടെ ദിവസങ്ങളായി ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ അടി നടക്കുന്നു. സാബിറത്താന്ന് വിളിക്കേണ്ട ലെവലൊക്കെ തെറ്റിയിരിക്കുന്നു. കാരണം താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ വിളിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ വിളിക്കേണ്ട ഒരു സ്ഥാനം മാനങ്ങളുണ്ട്. അങ്ങനെ ഇല്ലാത്തവരൊക്കെ നമ്മൾ ആ പേര് മാറി വിളിക്കും ചിലപ്പോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, എന്തോ ഒന്നും പറഞ്ഞ കാര്യമില്ല. ഇത് ആദ്യം വാട്സപ്പിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലാകുമ്പോൾ തന്നെ ഇതിന്റെ പരിപാടി എല്ലാവരും ഒന്നും കഴിഞ്ഞാൽ ചൊന്നോടിക്കുന്ന ഗ്രൂപ്പിൽ അങ്ങനെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടായിരുന്നു. പിന്നെ അത് പോട്ടെ, ഇപ്പൊ ലോകത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു പറയാം. അന്ന് എങ്ങനെ ഒതുങ്ങി പോയിരുന്നു. പക്ഷെ അത് കുറെ ബാക്കി പോയതിനു ശേഷം തുടങ്ങിയപ്പോൾ നാട്ടിൽ ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ചുരുക്കാൻ പറഞ്ഞാല് യഥാർത്ഥത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്തോ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പരസ്പരം പോര് അല്ലേ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അല്ലേ പരസ്പരം ഇങ്ങനെ പോരടിക്കുന്ന ഒരവസ്ഥ എന്തൊരു കാര്യത്തിനാണ്? നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഈ സാബിറ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീ കുറച്ച് ഓവറാകുന്നുണ്ട്. അതെല്ലാവരും കാണുന്നുണ്ട്. ആദർശത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരംശം പോലും ആ സ്ത്രീ പുലർത്തുന്നില്ല. ആലോചിച്ച് നോക്കണം. ടീച്ചർക്കും ഓർദോ ഫോട്ടോ വെച്ച് രണ്ടാക്കും ഒന്നായിട്ടുള്ളൊരു വിവരം വീഡിയോ ചെയ്തിട്ട് ഞാനിപ്പം കുറച്ച് നേരമായിക്കാവുള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പം മലപ്പുറം ആരിഫ് ഇട്ട വീഡിയോസ് ഉണ്ട്, 1 മണിക്കൂറായിക്കാൾ ഓടാ ഇട്ടിട്ട്. നൊണാന്ന് പറഞ്ഞ പച്ച നൊണ ആരിഫ. സാബിറാന്റെ തടിയോട് തുള്ളിക്കളിക്കുന്നേ ഉള്ളൂ. അത് പല കോലത്തിലും. സാബിറ നുണ പറയലില്ല, മറ്റുള്ള ഒരാളെ പച്ച ഇറച്ചി തിന്നലില്ല, കുറ്റവും കുറവും സാബിയത്ത എണ്ണലില്ല കേട്ടോ. നിനക്കാണിപ്പം പൈസേന്റെ ആവശ്യം. കാരണം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് മാത്രമല്ല, 10-75 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഒരിക്കലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഒന്നും ഭയപ്പെടാതെ, ആലോചിച്ച് നോക്കൂ, സമൂഹത്തോട് പേടിയില്ലാതെ, നാട്ടിനോട് പേടിയില്ലാതെ, വളരെ മോശമായ രീതിയിലാണ് ഈ സ്ത്രീയുടെ വ്ളോഗുകളൊക്കെ. ഇപ്പോൾ സാബി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു വ്ളോഗാണ് ഈ സാബിറ ഉമ്മക്കുണ്ടായിരുന്നത്. എന്തോ ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ആരൊക്കെയാണ് കൊടുത്ത റിപ്പോർട്ട് അടിച്ചത് കൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടാണോ, എന്തായാലും ആ സ്ത്രീയുടെ വ്ളോഗ് യൂട്യൂബിൽ നിന്ന് എടുത്തു കളഞ്ഞു. തന്നെ എത്തുന്നുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ജാമിദയുടെ പിന്നാലെ ആണല്ലോ നിങ്ങൾ. വീഡിയോ കാണുന്നവർ വിഡ്ഢികളല്ല, ഓർത്തോന്നു. അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്നത്, ഈ സ്ത്രീക്ക് ആരാണ്, എവരാണ്, എവിടെ പറയണേ, എന്ത് പറയണെന്നൊന്നൊരു പിടുത്തല്ലാതെ സോഷ്യൽ മീഡിയയിൽ അയിഞ്ഞടണേ. പാന്റും ഷർട്ടും തുണിയും തലക്കെട്ടും അത് അയച്ചിട്ട് അള്ളാഹു ആലം
ഇനി ആ ഡ്രസ് ഇല്ലാതെ വരാതിരിക്കാൻ മതിയായിരുന്നു. എന്താ പറഞ്ഞ ജാമിദാനെ പോലുള്ളവർ ഇവർക്ക് ആട്ടത്തിന് നിന്ന് കൊടുക്കും. അതിനെ തുടർന്ന് വീണ്ടും ഈ പറയുന്ന സാബിറ ഉമ്മക്ക് കൂടുതൽ വിരോധം വന്നത് ആരിഫ ഉമ്മയോടാണ്. ആരിഫ താത്ത എന്ന് പറയുന്ന ഈ വ്ളോഗറും ചില്ലറക്കാരിയൊന്നുമല്ല. പക്ഷെ ആരും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല. നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ, ഞാൻ പിടിച്ച മുഴലിന് 4 കൊമ്പ് അല്ലെങ്കിൽ 10 കൊമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ പിടിച്ച കൊമ്പ് ആണ് ഏറ്റവും ശരിയായിട്ടുള്ള കൊമ്പ് എന്ന് പറയുകയാണ് ഇവർ ഇരുവരും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സാബിറ ഉമ്മക്ക് മനോരോഗമാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും സാബി ഉമ്മക്ക് മനോരോഗമോ വിഭ്രാന്തിയോ ഒന്നുമില്ല. ഇപ്പോൾ അവൾ ജാമിദ എന്ന് പറയുന്ന മുസ്ലിം സംഘിണിയെ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധിയായ ഒരു സംഘിണിയെയാണ് ഇപ്പോൾ കൂട്ടിന് കൂട്ടിയിരിക്കുന്നത്. കാരണം ആ സംഘിണിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരിഫത്ത എന്ന് പറയുന്ന മലപ്പുറം ആരിഫ എന്ന ബ്ലോഗർക്ക് ഇപ്പോൾ മറുപടി കൊടുക്കുന്നത്. ആരെങ്കിലും ഒരു കൂട്ടിന് വേണം. ഒരു പയ്യനെ കൂട്ടുപിടിച്ചിരുന്നു, ഇപ്പോൾ ജാമിദയെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ആരിഫത്താക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ എന്താ പറയുക, ഉടുക്കാത്തതും ഉടുത്തതുമൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സെക്സുകൾ അഥവാ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ളത് അല്ലെങ്കിൽ ഗോപ്യമാക്കി വെക്കേണ്ട എല്ലാ അവയവങ്ങളെക്കുറിച്ചും വളരെ വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇരുവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഒരു കാലഘട്ടം തന്നെ പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആരിഫത്തോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ആരിഫത്ത പരിശുദ്ധ റമദാൻ വരികയാണ്. ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇത്തരത്തിൽ കോലാഹലങ്ങൾ തുടർന്നാൽ നിങ്ങൾ രണ്ടുപേരും മുസ്ലിം നാമധാരികളാണ്. അതോടൊപ്പം സാബിത്തയേക്കാൾ കുറച്ചും കൂടെ മതപരമായ ചിട്ടയും കാര്യങ്ങളുമൊക്കെ ആരിഫത്താക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കുറച്ച് കാര്യബോധത്തോടെ സംസാരിക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആരിഫത്തയോട് ഞാൻ പറയുകയാണ്, ആരിഫത്ത, നിങ്ങൾക്ക് അറിയാമല്ലോ പരിശുദ്ധ റമദാനാണ് വരുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ലജ്ജാകരമായ ഈ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഈ വിഷയങ്ങൾ വല്ലാതെ നിങ്ങളുടെ തോണിവാസത്തിൻ്റെ വിഷയങ്ങളൊന്നും ഇനിയെങ്കിലും ഈ പരിശുദ്ധ റമദാൻ ആഗതമാകുന്നു എന്ന മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും നിങ്ങളൊന്ന് അള്ളാഹുവിനെ പേടി നിങ്ങൾക്ക് ഏതാരുമില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തികളിലും അള്ളാഹുവിനെ അശേഷം നിങ്ങൾക്ക് ഭയമുണ്ട് എന്ന് കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് അശേഷം ഭയമില്ല എന്ന്. അതുകൊണ്ട് രണ്ടുപേരോടുമാണ് ഇത്. സാബിറത്തയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാബിറത്താക്കി വേറെ എന്തോ ചില ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സാബിറത്തയോട് പറയേണ്ടവരാണ് ഇനി പറയേണ്ടത്. കാരണം സാബിറത്ത പറയുന്നത് സാബിറത്തക്ക് തന്നെ തിരിയുന്നില്ല. മാത്രമല്ല, ഒരാൾ ഉപദേശിച്ചത് കൊണ്ട് സാബിറത്തക്ക് കൂടുതൽ എന്താ പറയുക ആക്രാന്തമുണ്ടാവുകയാണ്. കൂടുതൽ അങ്ങനെ ഉണ്ടാകുമല്ലോ ചില ആളുകൾ. നമ്മൾ രണ്ടാളുകൾ തമ്മിൽ തല്ലുമ്പോൾ പിടിച്ചു മാറ്റുമ്പോൾ അവർ രണ്ടാളും കൂടെ കൂടുതൽ സ്ട്രഗിളിന് വേണ്ടി ശ്രമിക്കും. ഒന്ന് മാറി നിൽക്കി ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന ആരാണ്ട് അഞ്ച് പിടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂടുതൽ ശക്തിമത്തായിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് ഇവർ ഇരുവർക്കും ഒന്ന് അടങ്ങി നിന്നുകൂടെ. സാബിറ ഉമ്മ ഏതായാലും ഒരു മാനസിക ആശ്വാസമുള്ള ആളാണെന്ന് ബോധ്യമാവുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ റമദാനാണ് വരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, അള്ളാഹുവിനോട് അല്പമെങ്കിലും വിശ്വാസവും ബോധവും ഭയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വ്ളോഗുകൾ നിങ്ങൾ ഈ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടും തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും തമ്പുനായിലുകളിലും അതോടൊപ്പം തന്നെ വീഡിയോക്കകത്തും പുറത്തും ഇത്തരത്തിലുള്ള മോശകരമായ വാക്കുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്യല്ലേ എന്ന് ഈ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി നോക്കൂ. ഒരു പുണ്യത്തിന് 7000 70,000 കൊടുക്കും അള്ളാഹു കൂലി എന്ന് പറയുന്ന ഈ പരിശുദ്ധ റമദാനില്ലെങ്കിലും നിങ്ങളൊന്ന് വായടക്കൂ. അതോടൊപ്പം തന്നെ ഒരു തിന്മക്കും അതിൻ്റേതായ രീതിയിൽ ശിക്ഷ കിട്ടുന്ന മാസം. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങുകയാണ് ഈ പരിശുദ്ധ മാസത്തിൽ. അതുകൊണ്ട് പരിശുദ്ധമായ ദിക്റുകളിലും ദൈവിക ആരാധനകളിലും ഖുർആൻ പാരായണത്തിലും ദൈവസ്മരണകളിലുമായിട്ട് മുഴുകേണ്ട ഈ കാലഘട്ടത്തിൽ രണ്ട് ഉമ്മമാരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഉമ്മമാരെ, ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു മാസക്കാലം നിങ്ങൾ ഈ മാസത്തിൽ നിന്ന് ഊർജം സംഭരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.